അഭിമാനം മറക്കണോ നിങ്ങളുടെ പരീക്ഷ എഴുതാൻ? ഒരു പരിഷ്കൃത ലോകം സംവദിക്കേണ്ടത് എങ്ങനെയാകണം എന്നതിന് തെളിവ് വിദ്യാഭ്യാസത്തിലാണ് ഇരിക്കുന്നത്. ഭാവിയിൽ ഡോക്ടറാകാൻ മനുഷ്യഹൃദയങ്ങളോട് സംവദിക്കാൻ തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മനസ്സാണ് നിങ്ങൾ ഉടച്ചത്. ഒപ്പം തുണി ഉരിയാൻ ആവശ്യപ്പെടുക വഴി പരിശോധനയോ നിഷ്കർഷതയോ അല്ല, ക്രൂരമായ കൈകളാണ് അധികൃതർക്കുള്ളത് എന്ന് മാത്രമേ കുട്ടികളുടെ മനസ്സിൽ പതിയൂ. പരീക്ഷ എഴുതാനെത്തിയ കുട്ടികളെ മാനസികമായി തകർക്കുമ്പോൾ അവർക്കെങ്ങനെ ഓർമ്മ പരീക്ഷയിൽ നിഷ്കളങ്കമാകാൻ കഴിയും? അവരുടെ മനസ്സുടയ്ക്കുക വഴി നിങ്ങൾ ചെയ്ത മനുഷ്യാവകാശ വിരുദ്ധതയ്ക്ക് ഈ നാടിൻ്റെ വിദ്യാഭ്യാസ സംസ്കൃതിക്ക് മേൽ വീഴ്ത്തിയ ചോരയുടെ മണമുണ്ട്. എന്ത് പ്രായശ്ചിത്തമാണ് പെർഫോം ചെയ്യാനാകാതെ കണ്ണീരണിഞ്ഞ വിദ്യാർത്ഥികളോട് ചെയ്യുക? തീർച്ചയായും നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളെ അടിവസ്ത്രങ്ങൾ അഴിച്ച് പരിശോധിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് കമ്മീഷൻ അഭിപ്രായപ്പെട്ടത്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സംസ്ഥാന കമ്മീഷൻ കത്തയക്കുകയും ചെയ്തു. CBSE റീജിയണൽ ഡയറക്ടർ 3 ആഴ്ചക്കകം വിശദീകരണം നൽകണമെന്നും പറഞ്ഞു. ആദ്യം നമുക്ക് ഇന്ന് സംഭവിച്ച വാർത്തയുടെ വികാസം കാണാം. നീറ്റ് പ്രവേശന പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ അടിവസ്ത്രം അഴിപ്പിച്ചതിന് ശേഷം പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിച്ചുവെന്ന പീപ്പിൾ TV വാർത്തയെ തുടർന്ന് രൂക്ഷമായ പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കത്തയച്ചു. CBSE റീജിയണൽ ഡയറക്ടർ 3 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടു. കേട്ടുകേൾവിയില്ലാത്തതും ലജ്ജാകരവുമായ അനുഭവമാണ് കണ്ണൂർ ജില്ലയിൽ പെൺകുട്ടികൾക്കുണ്ടായതെന്ന് PK ശ്രീമതി MP പ്രതികരിച്ചു. മനുഷ്യത്വഹീനമായ പെരുമാറ്റം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും കർശന നടപടി ഉണ്ടാകണമെന്നും അവർ പറഞ്ഞു. ആര് കൊടുത്തു ഈ ഡയറക്ഷൻ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ അങ്ങനെ പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന്റെ പട്ടികയിൽപ്പെടുന്നതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റവാളികൾ, ഇത് കുറ്റകൃത്യത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. 17ഉം 18ഉം വയസ്സുള്ള പെൺകുട്ടികളെ ഈ രൂപത്തിൽ മറ്റാളുകളുടെ മുൻപിൽ വെച്ച് ഇതിനാണ് നികൃഷ്ടമായ എന്ന് പറയാം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്നും PK ശ്രീമതി MP-യും N സുകന്യയും കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അത് വനിതാ കമ്മീഷനും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും കൊടുക്കാം. ഗവൺമെന്റിന്, മുഖ്യമന്ത്രിക്ക് പ്രത്യേകമായിട്ടും ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഇതിൽ ശക്തമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും അതിനുശേഷം കുറ്റവാളികളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളവർക്കെതിരെ നടപടിയും സ്വീകരിക്കണം എന്നുള്ള പരാതി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. തീർച്ചയായും ഈ വിഷയത്തിൻ്റെ വിവിധ മാനങ്ങൾ, രാഷ്ട്രീയവും സാംസ്കാരികവുമായ മാനങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. N സുകന്യ, JR പത്മകുമാർ, ചിന്ത ജെറോം, ഷിജു ഖാൻ, അഡ്വക്കേറ്റ് TB മിനി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം ഫസൽ ഗഫൂർ ടെലിഫോൺ ലൈനിൽ ചേരും. ഒപ്പം ഒരു രക്ഷകർത്താവ് രാജേഷും നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ആദ്യം യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീ ചിന്ത ജെറോമിലേക്ക് തന്നെ പോകാം. ചിന്ത, അതായത് ഒരു പരീക്ഷ എഴുതാനായി എത്തുന്ന വിദ്യാർത്ഥിനികളോട് ഇത്തരത്തിൽ പെരുമാറുക വഴി നൽകുന്ന മനുഷ്യാവകാശ വിരുദ്ധതയ്ക്ക് ഈ നാടിൻ്റെ വിദ്യാഭ്യാസ സംസ്കൃതിക്ക് മേൽ വീഴ്ത്തുന്ന ചോരയുടെ മണമുണ്ട് എന്നതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്. തീർച്ചയായും കണ്ണീരണിഞ്ഞ് പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, അഭിമാനത്തിന് മേൽ ചോദ്യചിഹ്നമായ വിദ്യാഭ്യാസ അധികൃതരുടെ പെരുമാറ്റം, ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? വലിയ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ ചർച്ചകൾ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലാകെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലൊരു കാടത്തം നിറഞ്ഞ സമീപനം ഉണ്ടാകുന്നു എന്നത് ഞെട്ടലോടുകൂടി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം വിദ്യാർത്ഥികൾ അവർ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായും നമുക്കറിയാം, സമ്മർദ്ദം, മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് ഓർമ്മ വന്ന് എഴുതുക, ഇതൊക്കെയാണ് പരീക്ഷയ്ക്കകത്ത് വിജയിക്കുന്നതിന് ഒരു മാനദണ്ഡമായി നാം കണക്കാക്കുന്നത്. പലപ്പോഴും അവരുടെ അറിവ് അളക്കുന്ന ഒരു പരീക്ഷ എന്നതിനപ്പുറം പലപ്പോഴും അവിടെ അളക്കപ്പെടുന്നത് അവരുടെ ആ സമയത്ത് അവരുടെ മാനസികമായി ഉണ്ടാകുന്ന അവസ്ഥയുടെ ഭാഗമായി അവർ പുറത്തേക്ക് കൊണ്ടുവരുന്ന എഴുതുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ വളരെ നല്ല ഒരു അന്തരീക്ഷത്തിൽ എഴുതേണ്ട പരീക്ഷകളെ പോലും സമ്മർദ്ദം നിറഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക, അവരുടെ മനുഷ്യാവകാശത്തെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് എന്തൊക്കെ ന്യായീകരണങ്ങൾ നൽകിയാലും എങ്ങനെയാണ് കുട്ടികളുടെ അടിവസ്ത്രങ്ങൾ പരിശോധിക്കുവാൻ ആരാണ് ഇവിടെ അവകാശം നൽകിയിരിക്കുന്നത്?
എന്തുകൊണ്ട് അത്തരം കാടത്തം നിറഞ്ഞ സമീപനത്തിലേക്ക് അധികൃതർ പോകുന്നു? കുട്ടികളെ കൂടുതൽ മെച്ചപ്പെട്ടവരാക്കുവാൻ, അവരെ കൂടുതൽ സംസ്കാര സമ്പന്നരാക്കുവാൻ വേണ്ടിയാണ് നാം വിദ്യാഭ്യാസം നൽകുന്നത്. ആ വിദ്യാഭ്യാസം ഏതളവിൽ അവർക്ക് ലഭിക്കുന്നു എന്നത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പരീക്ഷകൾ നടത്തുന്നത്. പക്ഷേ ആ പരീക്ഷകൾ പോലും ഭീതി ഉളവാക്കുന്നതായി മാറുക, കരഞ്ഞുകൊണ്ട് കുട്ടികൾ പുറത്തേക്ക് വരിക, പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടികളെ ബാധിക്കുന്നത് ഒരു ദിവസത്തേക്കോ ഒരു നിമിഷത്തേക്കോ ആ പരീക്ഷ കാലയളവിലോ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഒരു നീറ്റലായി, ഒരു വേദനയായി, ഏറ്റവും വലിയ ഒരു ഡിപ്രഷനായി കുട്ടികളുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സംഭവം തന്നെയാണ്. തീർച്ചയായും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ പരിശോധനകളും പഠനങ്ങളും മേലാവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കേണ്ടതാണ്. ശ്രീമതി എൻ സുകന്യ, അതായത് ഒരു പരീക്ഷ എഴുതാൻ പോയ കുട്ടി, പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ സ്ത്രീകളെ വരുത്തി വെച്ചിരിക്കുന്ന വല്ലാത്ത ഇൻഹിബിഷൻസ് ഉണ്ട്, അന്തസങ്കോചങ്ങളുണ്ട്. ആ പരിപ്രേക്ഷ്യത്തിൽ കൂടി കാണേണ്ടതുണ്ട്. അത്തരം സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നെത്തുന്ന പെൺകുട്ടികൾ മാതാപിതാക്കളോട് അടിവസ്ത്രവുമായി എത്തുകയാണ്, പരീക്ഷ എഴുതാനാകുന്നില്ല എന്ന്. എന്തൊരു സംസ്കാര ശൂന്യതയാണ്! വിദേശ രാജ്യങ്ങളിലൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി ട്രാഫിക് പോലും നിയമലംഘനം നടത്തിയാൽ അവരോടൊന്നും പറയാറില്ല, പിന്നീട് മാത്രമേ അവരോട് ചോദിക്കാറുള്ളൂ. അത്രയേറെ വളരെ ന്യൂട്രൽ ഗിയറിലായിരിക്കണം അവരുടെ മനസ്സ്. അങ്ങനെ കരുതലോടുകൂടി ഭരണകൂടങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പരിഷ്കൃത ലോകത്ത്. ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്? ഇത് നിബന്ധനകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സംഭവങ്ങളാണോ? എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാനാവുക, നീതീകരിക്കാനാവുക? യഥാർത്ഥത്തിൽ ഇന്ന് കണ്ണൂരിലുണ്ടായ സംഭവങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ശരിക്ക് നമുക്ക് ഇന്നലെ കുഞ്ഞിമംഗലത്തെ സ്കൂളിൽ നിന്നുള്ള വാർത്ത നമുക്ക് കേൾക്കാനിടയായത്. ഒരു പെൺകുട്ടിയോട് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ആ പെൺകുട്ടിയുടെ രക്ഷിതാവ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ വനിതാ കമ്മീഷനൊക്കെ ഉൾപ്പെടെ പരാതി നൽകാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞതനുസരിച്ച് ആ പെൺകുട്ടിയുടെ അടിവസ്ത്രം, കൃത്യമായി പറഞ്ഞാൽ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ബ്രേസിയറിൻ്റെ ഹുക്ക്, അത് സ്വാഭാവികമായിട്ടും മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഒന്നാണ്, അവിടെ അത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് അഴിച്ചു മാറ്റാൻ ആ കുട്ടിയോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് കരഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ പിന്നീട് പറയുന്ന നിലയുണ്ടായിട്ടുള്ളത്. എത്രമാത്രം അപമാന ഭാരത്തോടെ ആയിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക. ആ അടിവസ്ത്രം അഴിച്ച് അമ്മയുടെ കയ്യിൽ ആ കുട്ടി കൊണ്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ടാണ് കുട്ടി വീണ്ടും പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പരീക്ഷ എഴുതുന്ന സമയത്ത് എങ്ങനെ ഈ പരീക്ഷ എഴുതുന്നതിൽ ആ കുട്ടിക്ക് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവും? മുഴുവൻ സമയം ആ ഹാളിലിരുന്ന് അത്രയും സമയം സ്വന്തം ശരീരത്തെക്കുറിച്ചും താൻ ഇരിക്കേണ്ടി വന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചും ഉള്ള വേവലാതിയിൽ തന്നെയായിരിക്കും ആ കുട്ടിക്ക് ഇന്നലെ യഥാർത്ഥത്തിൽ നന്നായി പരീക്ഷ എഴുതാൻ ഒരിക്കലും ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു വല്ലാത്ത ക്രൂരതയാണ്, തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഇപ്പോൾ നീറ്റിൻ്റെ ഗൈഡ് ലൈൻസ് അത് നേരത്തെ തന്നെ ഹോൾ ടിക്കറ്റിലുണ്ട്, മറ്റ് രീതിയിൽ നമുക്കൊക്കെ സൈറ്റിൽ പോയാൽ കാണാൻ കഴിയുന്നതാണ്. അതിലെവിടെയും തന്നെ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു നിരോധനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി പറയുന്നില്ല. അതിനകത്തുള്ള ഗൈഡ് ലൈൻസിൽ തന്നെ മാറ്റം വരുത്തണോ എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ളത് പോലും അല്ല, അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ടുള്ള ഒരു കാടത്തം അല്ലെങ്കിൽ പ്രാകൃതമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് ഈ ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കേരളത്തിൽ മാത്രവുമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം, ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണമെന്നും അതിൽ ഉത്തരവാദികളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്ന് മാത്രമല്ല, തുടർന്ന് ഇനി വരും വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു മാനസികമായി കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള, കേരളത്തിൽ നമുക്കറിയാം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി നടത്തുന്ന പരീക്ഷകളിൽ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. കുട്ടി ചോദ്യം വായിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊണ്ട് പരീക്ഷ എഴുതുക, വളരെ കൂളായിട്ട് പരീക്ഷയെ നേരിടുക. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുട്ടികളെ ആകെ ഇങ്ങനെ ഒരു ടോർച്ചർ ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് അപകടകരമായിട്ടുള്ള ഒന്നാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് മാത്രമല്ല, വരുന്ന തവണയെങ്കിലും നമുക്ക് പരീക്ഷ നടത്തുമ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ മഹിളാ അസോസിയേഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും BJP നേതാവ്, മുതിർന്ന BJP നേതാവ് ശ്രീ JR പത്മകുമാർ, തീർച്ചയായും അമ്മമാരുടെ അഭിപ്രായം കൂടിയാണ് എൻ സുകന്യ മുമ്പോട്ട് വെച്ചത്. ഒരു ജീൻസിൻ്റെ ഇടുന്ന ബട്ടൺ അഴിച്ചാൽ, അറുത്തു മാറ്റിയാൽ
ആ ജീൻസുമായ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് എങ്ങനെയാണ് സ്വസ്ഥമായിരുന്ന് പരീക്ഷയോട് സംവദിക്കാനാവുക? ഒന്നാമത് നിങ്ങളുടെ പരീക്ഷയൊക്കെ പിന്നോക്കമാണ്. ഇന്ത്യയിൽ തുടരുന്ന വിദ്യാഭ്യാസ ഓർമ്മ പരീക്ഷ മാത്രമാണെന്ന പരിഭവവും പരാതിയും വിദ്യാഭ്യാസ വിചക്ഷണർ മുമ്പോട്ട് വെക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു കാര്യം, മാനവ വിഭവശേഷി എന്നൊക്കെയാണ് നിങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതിനകത്തൊരു മാനവീയതയുമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. എങ്ങനെ ഇങ്ങനെ ആകാനാകുന്നു? വിമർശനമാണ്, രാഷ്ട്രീയ വിമർശനം. താങ്കൾ ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാനും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടൊരു പ്രചരണ ആയുധമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു കലാലയത്തിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടന്ന എന്തെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം ഞാൻ പറഞ്ഞോട്ടെ 139 സെന്റർ കേരളത്തിലുണ്ടായിരുന്നു. എത്ര സെന്ററിലുണ്ട് ഈ പ്രശ്നം? ഞാനൊരു രക്ഷകർത്താവാണ്. ഇന്നലെ വേദവ്യാസ മലപ്പറമ്പ് കോഴിക്കോട് ഞാൻ പോയി എൻ്റെ മകനെ അവിടെ പോയി മലപ്പറമ്പ് പോയിട്ട് വന്ന ആളാണ്. അവിടെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ എന്ത് വളരെ മാന്യമായിട്ട് ഏതെങ്കിലും കുട്ടി പുസ്തകത്തെ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ അകത്ത് കൊണ്ടുപോയി സ്റ്റാഫ് തന്നെ ഫോട്ടോ ഒട്ടിച്ച് കൊടുത്ത് അവരെ കൊണ്ടുപോകുന്ന സൗകര്യങ്ങൾ എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 139 സെന്ററിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായി അല്ലെങ്കിൽ ഇതെന്താണ് ഇതൊന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തിച്ച ആൾക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുക, നടപടിയെടുക്കുക എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് എടുത്തതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് പത്രത്തിൽ കണ്ടുകൊണ്ട് നടപടി എടുക്കാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച് ശക്തമായ നിലപാടെടുക്കണം, നടപടി എടുക്കണം. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ മനുഷ്യത്വരഹിതമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിച്ചിട്ട് നിങ്ങളുടെ മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ആ രീതിയിൽ ലഘൂകരിച്ച് കാണുകയും അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് പ്രേക്ഷകർ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അവർ ഈ മകളുള്ള അമ്മമാരുടെ വിഷമം കൂടി അതിനകത്തേക്ക് കണ്ണീരായി എത്തുന്നുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, ഒരു യൂണിഫോമിറ്റി അതിനകത്തില്ല. ചില സെന്ററുകളിൽ താങ്കളും രക്ഷകർത്താവായി പോയ സ്കൂളിലില്ല. എന്തുകൊണ്ട് ചില സെന്ററുകളിൽ മാത്രം ഇത് വന്നു? അതാണല്ലോ അതിന്റെ എന്തുകൊണ്ട് ഹൈദരാബാദിലും കണ്ണൂരിലും തിരുവനന്തപുരത്തും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടായി? ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ഡ്രസ് കോഡ് അവർക്കുണ്ടായിരുന്നു. അതിനകത്ത് മെറ്റൽ ബട്ടൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ സ്ലീവ്സ് ഇടാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നേരത്തെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടാം. ഇത് ലംഘിച്ച് ഏതെങ്കിലും വരുമ്പോൾ അത് പ്രായോഗിക തലത്തിൽ അത് കൈകാര്യം ചെയ്യാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ മെറ്റൽ ബട്ടൺ എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ നിങ്ങൾക്ക് അറിയാമല്ലോ ചെവിക്കകത്ത് വലിയ മൈന്യൂട്ടായിട്ടുള്ള ഇത് സാധനം വെച്ചിട്ട് ചിപ്പ് വെച്ചിട്ട് പരീക്ഷയ്ക്ക് വന്ന ടെക്നോളജിയുടെ വികസനമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ കുട്ടികളുടെ ചെവിയിൽ ലൈറ്റ് അടിച്ചു നോക്കും അല്ല എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ആ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ അർഹതയുള്ള ആളുകൾക്ക് ഇത് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കൂടി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ താഴെത്തട്ടിൽ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കുകയും മേലിൽ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുകയാണ് ഒരു ഗവൺമെന്റിന്റെ ജോലി. അത് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകും. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള വിനയപൂർവ്വമായ ഒരു അഭ്യർത്ഥന എനിക്കുള്ളത്. തീർച്ചയായും അതിനുള്ള അവകാശം കൂടി മുതിർന്ന നേതാവ് എന്ന നിലയിൽ താങ്കൾക്കുണ്ട്. തീർച്ചയായും താങ്കൾക്ക് ഉന്നയിക്കാം. പക്ഷേ അപ്പോഴും എൻ്റെ സംശയം ബാക്കി. അതായത് ഈ കണ്ണൂരിലെ ടെസ്ക്, ഹൈദരാബാദിലെ BRM, ഒപ്പം ഇങ്ങനെയുള്ള ചില സ്കൂളുകളിൽ മാത്രം അല്ലെങ്കിൽ ചില സെൻറ്ററുകളിൽ മാത്രമേ ഈ പരിശോധനയും ഈ താങ്കൾ പറഞ്ഞ ഈ മെറ്റലുള്ള ബട്ടൺസുമായി വിദ്യാർത്ഥികൾ വരുന്നുള്ളൂ. താങ്കളുടെ കുട്ടി എഴുതിയ മാലാപ്പറമ്പിലെ സ്കൂളിൽ എന്തേ ഇങ്ങനെ ബട്ടൺസ് ഇട്ടാരും ജീൻസ് ഇട്ട് അവരാരും വന്നില്ലേ? എന്തുകൊണ്ട് അവിടെ പറഞ്ഞാൽ തന്നെ ഏകീകൃത സ്വഭാവമല്ലേ? മനസ്സിലാകാത്തതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആ ഗവൺമെന്റ് ഈ CBSEയുടെ നയം മനസ്സിലാക്കാതെ പെരുമാറിച്ചു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ചില സ്ഥലത്ത് പോലീസ് അതിക്രമം ഉണ്ടാവുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എന്താ? പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സംസ്ഥാന ഗവൺമെന്റ് പോലീസ് നയം മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കും. ഞങ്ങളും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഈ CBSEയുടെ പരീക്ഷയെ നീറ്റ് പരീക്ഷയെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ വിവരക്കേടോ ബോധപൂർവമായ ശ്രമം കൊണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായ നിലപാടെടുക്കണം. അത്രേ ഉള്ളൂ. തീർച്ചയായും ഷിജു ഖാൻ, ഒരു ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും മാന്യമായ കാര്യം തന്നെയാണ് ശ്രീ JR പത്മകുമാർ പറഞ്ഞത്. ഇങ്ങനെയുള്ള വീഴ്ച ഒറ്റപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ അത് ആ വിദ്യാഭ്യാസ അത് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. ചില നിബന്ധനകളൊക്കെ വെച്ചിരുന്നു എന്ന അടിക്കുറിപ്പ് അദ്ദേഹം അതിന് ന്യായീകരണമായി ചമയ്ക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ കൃത്യമായി അദ്ദേഹം അതിനെ അപലപിക്കുന്നുണ്ട്. അതിനെതിരെ നടപടിയെടുക്കും എന്ന കേന്ദ്ര സർക്കാരിൻ്റെ സൂചനയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇനി എന്ത് പ്രശ്നം? അങ്ങനെയെങ്കിൽ CBSE നടത്തിയ നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ ഏകദേശം 80,000 പേരും നമ്മുടെ രാജ്യത്ത് 11,35,104 പേരുമാണ് ഈ പരീക്ഷ
എഴുതിയിട്ടുള്ളത്. പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തയാണ് നമ്മൾ ഈ ടെലിവിഷൻ ചർച്ചയുടെ തന്നെ അടിസ്ഥാനം. BJP പ്രതിനിധീകരിക്കുന്ന ശ്രീ പത്മകുമാർ ഇവിടെ പറയുകയുണ്ടായി, ഇത് കേന്ദ്ര നയമല്ല, CBSEയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കും എന്നുള്ളത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിദ്യാലയങ്ങൾ അധ്യാപക കേന്ദ്രീകൃതം എന്ന സങ്കല്പം അല്ല നമുക്കുള്ളത്, വിദ്യാർത്ഥി സൗഹൃദപരം എന്നുമല്ല, വിദ്യാർത്ഥി കേന്ദ്രീകൃതം എന്നാണ്. പരീക്ഷകളും നമ്മുടെ അക്കാഡമിക് തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്. വിദ്യാഭ്യാസം വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന വിദ്യാർത്ഥിയെ ശത്രു രാജ്യത്തിലെ ഒരാളെപ്പോലെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള CBSE ചുമതലപ്പെടുത്തിയ ആളുകൾ സമീപിക്കുന്നു. അങ്ങേയറ്റം അപലപനീയമാണ്. പരിശോധനകൾ നടത്തുന്നു, മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള പരിശോധനകളോടൊപ്പം ഒരു പെൺകുട്ടിയുടെ വസ്ത്രം നിങ്ങൾ പറഞ്ഞതുപോലെ അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ അവൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രം പോലും പരിശോധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ക്രൂരമായ ഒരു സമീപനമാണിത്. നിയമവിരുദ്ധമാണ്, സംസ്കാരഹീനമാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒന്നാകെ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട്. 2, ഇത്തരം പരീക്ഷകളുടെ ചുമതല വഹിക്കുന്ന CBSE ഉണ്ടല്ലോ, CBSE കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. CBSE നടത്തുന്ന പരീക്ഷ കുറ്റമറ്റതാക്കാനുള്ള മെക്കാനിസം CBSE ആണ് ഉണ്ടാക്കേണ്ടത്. എങ്ങനെ? ഇൻവിജിലേറ്റർമാരെ സുരക്ഷാ ക്രമീകരണം, ഇൻവിജിലേറ്റർമാർ ജാഗ്രതയോടെ പരീക്ഷാ ഹാളുകൾ നിൽക്കണം. കുട്ടികൾ എല്ലാവരും മാൽ പ്രാക്ടീസ് നടത്താൻ വരുന്നവരല്ല, വളരെ ചെറിയ ഒരു വിഭാഗമാണ് മാൽ പ്രാക്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. രാജ്യത്തെ മുഴുവൻ കുട്ടികളെയും മാൽ പ്രാക്ടീസ് നടത്തുന്നവരായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സമീപനം സ്വീകരിച്ച് ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. കുട്ടികളെ നിയമവിരുദ്ധമായിട്ടുള്ള ചെയ്തികൾക്ക് ഇത്തരം ഉദ്യോഗസ്ഥർ വിധേയരാക്കുകയാണ്. ഇത് യുവജനങ്ങളല്ല, പെൺകുട്ടികൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് കടുത്ത സ്ത്രീവിരുദ്ധത നിഴലിക്കുകയാണ്. ഇന്റർനാഷണൽ ഡിക്ലറേഷൻ ഉണ്ട്. 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അന്തസ്സും സ്വകാര്യതയും സംരക്ഷിക്കാനുള്ള സ്റ്റേറ്റിന്റെ ചുമതല, ഭരണകൂടത്തിന്റെ ചുമതല, അതെല്ലാം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുന്ന പരീക്ഷയല്ല, കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന CBSE നടത്തുന്ന പരീക്ഷയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനമാണ്. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഞാൻ ഒരു കാര്യം കൂടി, ഇതിന്റെ ഗൈഡ് ലൈൻ ഉൾപ്പെടെ ഭേദഗതി വരുത്തണം. എന്താണ് ഇതിനകത്ത് പറയുന്നത്? കുട്ടികളുടെ ചെരുപ്പിനെ സംബന്ധിച്ച്, ഫുൾ കൈ ഷർട്ടിനെ സംബന്ധിച്ച്, മാലയെ സംബന്ധിച്ച്, ആഭരണങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ കുട്ടി എങ്ങനെ പരീക്ഷാ ഹാളിലേക്ക് വരണം? ഇതൊക്കെ സ്വാഭാവിക ജീവിത രീതിയുടെ ഭാഗമായിട്ട് ഒരു കുട്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇത് മുഴുവൻ മാറ്റുക എന്ന് പറഞ്ഞ് CBSE സ്വയം വരുത്തേണ്ടുന്ന ക്രമീകരണത്തിന് പകരം കുട്ടികൾ മുഴുവൻ ഞങ്ങളുടെ ആജ്ഞയനുസരിച്ച് വരണം എന്ന ഒരു നിയമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നിയമം ഉൾപ്പെടെ ഭേദഗതി ചെയ്യണം. ശക്തമായിട്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം, സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണം, CBSE നിലയ്ക്ക് നിർത്തണം. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. തീർച്ചയായും അഡ്വക്കേറ്റ് TB മിനിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു രക്ഷകർത്താവ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. കണ്ണൂരിൽ നിന്നാണ്. പറയൂ, എന്താണ് നിങ്ങളുടെ വിദ്യാർത്ഥിക്ക് നേരിട്ടത്? ഹലോ. പറയൂ. ഞാൻ കണ്ണൂരിന് ഹലോ. പറഞ്ഞോളൂ. കണ്ണൂരിന് ശോഭ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഒരു കുട്ടി നീറ്റ് എക്സാം എഴുതിയ കുട്ടിയുടെ പേരന്റാ. പറയൂ. ഭരണശ്ശേരി ആർമി സ്കൂളിൽ നിന്നാണ് എഴുതിയത്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി വാങ്ങിയ ഡ്രസ് എന്ന് പറഞ്ഞാൽ എൽബോ വരെ ഉള്ളൂ. എൽബോ മീൻസ് 3/4 അല്ല. അത് ഫസ്റ്റ് അല്ല അവര് അലൗഡ് ചെയ്തു. അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഓക്കെ ആക്കിയിട്ട് വിട്ടു. പിന്നെ അതിന്റെ ഉള്ളിൽ എത്തിയിട്ടാകുമ്പോ അത് കട്ട് ചെയ്തു. ഇന്ന് സെക്കൻഡ് മനോരമ ന്യൂസ് പേപ്പറിൽ ആ ഫോട്ടോ ഉള്ളത്, എന്റെ മോളുടെ ഫോട്ടോ. അത് സെക്കൻഡ് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് മുമ്പ് ആ വിദ്യാർത്ഥിക്ക്, താങ്കളുടെ മകൾക്ക് നേരിട്ടത് ഇത്തരം നടപടികളിലൂടെ? എന്താണ് അനുഭവപ്പെട്ടത്? ഓൾറെഡി ഞങ്ങൾ എല്ലാ എക്സാം എഴുതുന്നതിന് മുമ്പേ എന്നാ പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ടെൻഷൻ ഫ്രീ ആയിട്ട് പരീക്ഷ എഴുതണം, എക്സാം എഴുതണം. പക്ഷെ ഇത് ടെൻഷൻ ഫ്രീ അല്ലല്ലോ. ടെൻഷൻ ഫ്രീ ടെൻഷനും കൊണ്ടല്ലേ പോകുന്നത്. ഇത് ശരിയാണ് അമ്മേ, ശരിയാണ്. തീർച്ചയായും അഡ്വക്കേറ്റ് TB മിനിയിലേക്ക് കൂടി പോയാൽ, TB മിനി, അതായത് ഒരു പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥി, പ്രത്യേകിച്ച് താങ്കൾ അഡ്വക്കേറ്റ് കൂടിയാണ്, ഒരു പൊതുപ്രവർത്തക കൂടിയാണ്, ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി കോപ്പിയടിക്കുള്ള സാധന സാമഗ്രികൾ ഞാൻ സൂക്ഷിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ വിദ്യാർത്ഥിക്ക് നൽകുന്നു ഭരണകൂടം അല്ലെങ്കിൽ അധികൃതർ. എത്ര ക്രൂരമാണത്! അല്ല, ഇതൊരു
ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവർക്ക് അത്രമാത്രം അപമാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിൽ അടിവസ്ത്രം ഊരി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് വേറൊരെണ്ണം വാങ്ങി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ DV ആക്ടിൻ്റെ പരിധിയിൽ വരികയും ഇതിന് പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാവുന്നതാണ്. ആ സ്ത്രീക്ക് എന്തുമാത്രം അപമാനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഏക പരിഗണനാ വിഷയം. അത് പരീക്ഷ എഴുതാൻ വന്നതാണോ എന്തിനു വന്നതാണോ എന്നുള്ളതല്ല വിഷയം. ഇത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യവും യഥാർത്ഥത്തിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. എന്ത് അടിവസ്ത്രത്തിൽ ഏറ്റി വെച്ചു എന്ന് ഒരു പെൺകുട്ടിയുടെ, അല്ലെങ്കിൽ നേരത്തെ അവർ അറിയിക്കണം, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ട് വരാൻ പാടില്ല എന്ന നിലയിൽ അറിയിക്കണം. ഇതവിടെ വന്നതിന് ശേഷമാണ് ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ പറ്റില്ല, അങ്ങേറ്റത്തെ അപമാനകരവുമായി. ഞാനിത് പറയുന്നത് ഒരു കുട്ടി അച്ഛനുമായാണ് ഇത് ട്രാൻസാക്ഷൻ നടത്തുന്നത്, അച്ഛനുമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇത്തരം ആളുകൾ ഇത്തരം സൂക്ഷ്മ പരിശോധന എന്ന നിലയിൽ ആളുകളെ അപമാനിക്കുകയും പരീക്ഷ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരു കാരണവശാലും അവർക്ക് പരീക്ഷ മനസമാധാനത്തോടുകൂടി എഴുതാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇത് വഴി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അശാസ്ത്രീയവുമാണ്. തീർച്ചയായും ചിന്താ ജെറോം, അതായത് എങ്ങനെയാണോ ഈ കാര്യങ്ങളെ സമീപിക്കുന്നത്? പി മിനി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രാധാന്യം ഉള്ളതാണ്. കാരണം ഈ പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ പരിപ്രേക്ഷ്യം വിട്ടു. അതിനപ്പുറത്തേക്ക് ചില ക്രിമിനൽ ഒഫൻസുകൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നിരീക്ഷിക്കപ്പെടാം ശക്തമായി. ഒരു സ്ത്രീയുടെ ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി, ശ്രീ പത്മകുമാർ താങ്കൾക്ക് കൂടി വരാൻ അത്തരത്തിലുള്ള ഒരു ബോധം, ഒരു പക്ഷേ ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മുടെ നാട്, നമ്മുടെ സാഹചര്യമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു. പിതാവിൻ്റെ കയ്യിൽ അടിവസ്ത്രം കൊണ്ടുപോയി കൊടുക്കേണ്ട സ്ഥിതി എന്നത് നമുക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത്തരത്തിലുള്ള പ്രശ്നം പോലീസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇതിൽ കേസ് എന്ന് പോലും അഡ്വക്കേറ്റ് കാണുന്നു. കമ്മീഷന് അവിടെ നിലപാടെടുക്കാം. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ അതിൽ പിതാവിൻ്റെ കയ്യിലെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് അപ്പുറം സ്ത്രീ എന്നുള്ള വ്യക്തിക്ക്, സ്ത്രീയുടെ ഒരു സ്വത്വത്തിന് ഏത് തരത്തിലുള്ള അപമാനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരു വിദ്യാർത്ഥിനി അവൾ പരീക്ഷ എഴുതാൻ വേണ്ടി എത്തുന്ന സാഹചര്യത്തിൽ സുകന്യ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, കാരണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് അല്ലെങ്കിൽ അവരെ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ കൂടി ഉത്തരവാദിത്വമാണ്. അതിന്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ഭരണകൂടവും സ്റ്റേറ്റുമാണ്. അത്തരത്തിൽ നല്ല ഒരു മാനസിക അവസ്ഥയിലേക്കും സാമൂഹ്യ സാഹചര്യത്തിലേക്കും ഭൗതിക സാഹചര്യത്തിലേക്കും എത്തിക്കേണ്ടതിന് പകരം അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുക. നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ ഇന്ന് വിവിധ മേഖലകളിൽ നിന്നും നേരിടുന്ന പീഡനങ്ങളുടെ ഒരു തുടർച്ച പരീക്ഷാ ഹാളിലും അവർക്ക് നേരിടേണ്ടി വന്നു എന്നതാണ് ഇപ്പോഴത്തെ സംഭവം വെളിവാക്കുന്നത്. അതായത് നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട് വീട്ടിൽ ഇപ്പോൾ അതിക്രമങ്ങൾ നടക്കുന്നു. അതുപോലെ പരീക്ഷ എഴുതാൻ പോകുന്ന വേളയിൽ അവൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന അവളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പോലും താൻ ഏറ്റവും സുരക്ഷിതയാണ്, എൻ്റെ അഭിമാനത്തിന് ഒരു കോട്ടവും തട്ടില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന ധാർമ്മികവും മാനസികവുമായിട്ടുള്ള ഏറ്റവും വലിയ ക്ഷതമാണ് ഇവിടെ സംഭവിക്കുന്നത്. തീർച്ചയായും അഡ്വക്കേറ്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിയമപരമായിട്ടുള്ള വശങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഇപ്പം യുവജന കമ്മീഷനെ സംബന്ധിച്ച് സാങ്കേതികമായി സംസാരിക്കുകയാണെങ്കിൽ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവരുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടാനാണ് ഞങ്ങളുടെ ജൂറിസ്ട്രിക്ഷന്റെ പരിധി. ഇപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികൾക്കും അല്ല, ആ വിഷയത്തിനകത്ത് നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനിലും ഒക്കെ സമീപിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി പൊതുവായി നാളത്തെ യുവതയായി മാറേണ്ട കുട്ടികൾ, ഇന്ന് കൗമാരപ്രായത്തിൽ നിൽക്കുന്ന നാളത്തെ യൂത്തായി മാറേണ്ട, നാളെ ഈ നാടിനെ നയിക്കേണ്ട, എല്ലാ തരത്തിലും നട്ടൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ട കുട്ടികൾക്ക് നേരെ അവരുടെ പൂർണ്ണമായിട്ടുള്ള അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് അവരുടെ ഉള്ളിലെ എല്ലാ തരത്തിലുമുള്ള മുന്നോട്ടുള്ള പോക്കിനെ ചോദ്യം സമീപനങ്ങൾ ഒരു കാലഘട്ടത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. CCTV ക്യാമറകൾ ഇപ്പോൾ പല പരീക്ഷാ ഹാളുകളിലുമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഷിജു ഖാൻ സൂചിപ്പിച്ചത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തിന് ക്രിമിനലുകളെ പോലെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നു?
കുട്ടികൾ എന്ന് പറയുന്നത് അവർ വളരെ കൃത്യമായി പഠിച്ച് വലിയ താല്പര്യത്തോടു കൂടി പരീക്ഷ എഴുതാൻ വരുന്നവരെ ഒക്കെ ക്രിമിനലുകളായി ചിത്രീകരിക്കുകയാണ്. നിങ്ങളൊക്കെ കോപ്പിയടിക്കാരാണെന്നുള്ള മുൻവിധിയോടുകൂടി നടക്കുകയാണ്. അപ്പൊ ഇവിടെ പ്രശ്നം കുട്ടികൾക്കല്ല, ആ മുൻവിധി ആർക്കാണോ ഉള്ളത് അവർക്കാണ് പ്രശ്നം. അവരെയാണ് ചികിത്സിക്കേണ്ടത്. അത്തരം നയം സ്വീകരിക്കുന്നത് ഏത് നയമാണോ ആ നയത്തിനാണ് മാറ്റം വരേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് അതാണ് സ്ത്രീ വിരുദ്ധതയുടെ ഭാവത്തുടർച്ച തന്നെയാണ് ഈ പരീക്ഷയിൽ ദർശിക്കാനാകുന്നത് എന്നാണ് ചിന്താ ജെറോം പറഞ്ഞത്. തീർച്ചയായും നടപടി സ്വീകരിക്കും. കമ്മീഷൻ പരിശോധിച്ച് അതിൻ്റെ പരിധികൾ ഒക്കെ പരിശോധിച്ച് നടപടിയെടുക്കാനാകുന്നത് ചെയ്യും എന്നും ചിന്താ ജെറോം പറഞ്ഞു. തീർച്ചയായും ഒരു പ്രേക്ഷക കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രക്ഷകർത്താവ് എവിടെ നിന്നാണ്? ട്രിവാൻഡ്രത്ത് പറഞ്ഞോളൂ. എന്റെ പേര് ബാബു എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പേപ്പർ വായിച്ചനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മറ്റേ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇഷ്യൂ എനിക്ക് അറിയത്തില്ല. ബട്ട് കേരളത്തിൽ ഒരു സ്കൂളിലാണ്, കണ്ണൂരിലാണ് ഇഷ്യൂ നമ്മൾ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കി തുടങ്ങാൻ ഈ ശുദ്ധമായ വിവരമില്ലായ്മ, അസംബന്ധം, തെമ്മാടിത്തരം എന്നുള്ള ഹ്യൂമിലേഷൻ എന്ന് ഇതിനകത്ത് പറയാൻ പറ്റും. ഇത്തരമൊരു നീക്കം നമ്മുടെ പെൺകുഞ്ഞുങ്ങളോട് കുട്ടികളോട് ചെയ്യുന്നത് ശരിക്കും ഇത് ഏത് ബുദ്ധിമുട്ടേറ്റർ ആരാ ഇത് ചെയ്തത്? അത് ശരിക്കും ഇതിനാണ് നമ്മൾ വേറെ വർത്തമാനമില്ല, ശാരീരികമായി കൈകാര്യം ചെയ്യുക. അതാണ് തീർച്ചയായും ശാരീരികമായ ആക്രമണം തന്നെയാണ് രക്ഷകർത്താക്കൾ തിരുവനന്തപുരത്തു നിന്നും നിരീക്ഷിക്കുന്നത്. തീർച്ചയായും അമേരിക്കയിൽ സുരക്ഷാ പരിശോധനയുടെ കാര്യം വരുമ്പോൾ APJ അബ്ദുൽ കലാമിനെ പരിശോധിക്കുന്നു, ഷാറൂഖ് ഖാനെ പരിശോധിക്കുന്നു. അതിലൊക്കെ വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിയ BJP നേതാവ് തീർച്ചയായും ഈ വിഷയത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത് എന്നുകൂടി നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. തീർച്ചയായും ശ്രീ JR പത്മകുമാർ, അതായത് CBSE ഇത് മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു സ്വമേധയാ. ഒപ്പം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു വലിയ മനുഷ്യാവകാശ വിരുദ്ധത ഈ വിഷയത്തിൽ ഉണ്ട് എന്ന്. ഇവിടെ APJ അബ്ദുൽ കലാമിനെയോ ഷാറൂഖ് ഖാനെയോ അടക്കമുള്ളവരെ വിദേശത്ത്, പ്രത്യേകിച്ച് അമേരിക്കയിൽ തുണിയുരിഞ്ഞ് പരിശോധിക്കുന്നു. അത്തരം കാര്യങ്ങൾക്ക് വരുന്ന അതേ മാനം മറ്റൊരർത്ഥത്തിൽ വളരെ ക്രൂരമായി ഇവിടെ കൊച്ചുകുട്ടികളോട് ചെയ്യുന്നു. ഇതിന് യഥാർത്ഥത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു അപ്പോളജി അല്ലെങ്കിൽ അത്തരത്തിലൊരു മാപ്പ് എന്നതിനപ്പുറത്തേക്ക് പല മാനങ്ങളുമുണ്ട്. എന്തുകൊണ്ട് ആ രീതിയിലേക്ക് അതിനെ വിമർശിക്കാൻ താങ്കൾ തയ്യാറാകുന്നില്ല? അല്ല, എങ്ങനെ വിമർശിക്കണമെന്നാണ് ശേഷി മന്ത്രി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. CBSE അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തും. ഈ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതതിൻ്റെ മനുഷ്യാവകാശ ലംഘനം അല്ലെങ്കിൽ അവരെ ഒരു ഗൈഡ് ലൈനിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ നമുക്കുണ്ട് അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ നിലപാട് സ്വീകരിക്കുക. ഇവിടെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാമല്ലോ. എന്തിനും ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെയോ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യണം. FIR രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കണം. അതിൽ ഒരു സംശയവും വേണ്ട. ആ ഒരു സംശയവും വേണ്ട. FIR രജിസ്റ്റർ ചെയ്തിട്ട് നടപടിയെടുക്കുക, അന്വേഷണം നടത്തട്ടെ. അതിലെന്തെങ്കിലും തെറ്റ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമപരമായി നടപടിയെടുക്കണം. ഞാൻ ന്യായീകരിക്കുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, കേരളം ഇതൊരു കേന്ദ്രത്തിൻ്റെ നയത്തിൻ്റെ വ്യത്യാസമാണെന്നൊക്കെ നമുക്ക് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പറയാം. കേരളത്തിൽ തന്നെ എത്ര സംഭവങ്ങളാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഈ പീഡനങ്ങൾ, കലാലയത്തിലെ പീഡനങ്ങൾ കൊണ്ട് സഹപാഠിയുടെയും മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ പീഡനങ്ങൾ കൊണ്ട് ആത്മഹത്യയിട്ടുള്ള എത്രയോ സംഭവം ഉണ്ടല്ലോ. വളരെ ആവേശത്തിൽ ഷിജുഖാൻ പറഞ്ഞല്ലോ ഒരു നയത്തിനെക്കുറിച്ച്, വിദ്യാഭ്യാസ നയത്തിനെക്കുറിച്ച് പറഞ്ഞു. ജിഷ്ണു പ്രണോയ് എങ്ങനെയാ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ തെറ്റായ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഇന്റേണൽ അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇതേപോലെ കണ്ടെഴുതി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ടുവന്ന് പീഡിപ്പിച്ചതാണ്. അതൊന്നും സെൻട്രൽ നയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. പിന്നെ ഊഷ്മളമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധമൊക്കെ കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പാലക്കാട് അധ്യാപികയുടെ കുഴിമാടം ഉണ്ടാക്കിയത് മുതൽ കസേര കത്തിച്ചത് മുതൽ എല്ലാ കാര്യങ്ങളും കേരളത്തിൽ പരിശോധിച്ച് നോക്കിയത് എന്താണ് അധ്യാപക വിദ്യാർത്ഥി ഊഷ്മളതയൊക്കെ എന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ പറഞ്ഞത് ഇതിനെ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുണ്ടായ തെറ്റ്, ഇത് ജനറൽ ഒന്നോ രണ്ടോ, ഞാൻ പറഞ്ഞില്ല 139 സെന്റർ കേരളത്തിലുണ്ട്. എത്ര സംഭവം ഉണ്ടായി? ഇന്ത്യയിൽ എത്ര സെന്ററുകളുണ്ട്? ഹൈദരാബാദ് മാത്രമല്ല, ബംഗളൂരുവിനും ഉണ്ടായി. ഒരു പെൺകുട്ടിയുടെ കമ്മല് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ജുവലറിയിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് എടുത്തിട്ടുള്ള സംഭവം ഉണ്ടായി. ഇത് ചില സംഭവങ്ങൾ ചില പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളാരും നിഷേധിക്കുന്നില്ല. അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ഒരു ഗവൺമെന്റിന്റെ ഒരു
ഒരു പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തീർച്ചയായിട്ടും അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ശക്തമായ നിലപാടെടുക്കും. മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ CBSE സംബന്ധിച്ചിടത്തോളം ഇതിൽ കുറ്റമറ്റ രീതിയിൽ ഒരു പരീക്ഷ നടത്തി അർഹരായ ആളുകൾക്ക് കിട്ടണം. ഈ മത്സര പരീക്ഷയിൽ അർഹരായ ആളുകൾ ജയിക്കണമെങ്കിൽ പക്ഷെ അർഹരായവർക്ക് പോലും കിട്ടില്ല. ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും. അതിൽ എന്തെങ്കിലും ഈ അമിതമായ ആവേശം ആരെങ്കിലും യജമാന പ്രീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കണം. അത് തന്നെയാണ്. തീർച്ചയായും ഷിജു ഖാൻ മറുപടി പറയാം. നമ്മൾ ഈ അർഹരായിട്ടുള്ള കുട്ടികൾ ഇത്തരം പരീക്ഷകളിൽ മികവ് തെളിയിക്കുകയും അവർ ക്വാളിഫൈ ചെയ്ത് വരികയും ചെയ്യണം. പക്ഷേ ശ്രീ പത്മകുമാർ ഷിജു ഒന്ന് ഇടപെട്ടോട്ടെ. ഒരു ഹെഡ് മിസ്ട്രസ് നമ്മുടെ ടെലിഫോണിലുണ്ട്. തീർച്ചയായും ആ ബഹുമാനം കൂടി കൊടുക്കേണ്ടതല്ലേ? ഷിജുലേക്ക് എത്താം. മാഡം പറയൂ. ടീച്ചർ ടെലിഫോൺ ലൈനിലുണ്ടോ? ടീച്ചർ ഹലോ. പറയൂ ടീച്ചർ. ഇതില് ബഹുമാനപ്പെട്ട BJPയുടെ പത്മകുമാർ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തില് ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപിക കൂടിയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തുമ്പോൾ ഞങ്ങൾക്ക് തരുന്ന മാർഗനിർദ്ദേശമുണ്ട്. കൃത്യമായിട്ട് മാൽ പ്രാക്ടീസ് തടയണം എന്നുള്ള മാർഗനിർദ്ദേശമുണ്ട്. കൃത്യമായിട്ട് മാൽ പ്രാക്ടീസ് തടയണം എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം കിട്ടാറുണ്ട്. പക്ഷെ അതോടൊപ്പം കുട്ടികളെ അല്പം പോലും മാനസികമായ സമ്മർദ്ദത്തിലാക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചുമതല വഹിക്കുന്ന ചീഫുമാരെ, ഇൻവിജിലേറ്റർമാരെ എല്ലാവർക്കും ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയെങ്കിൽ തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് കൃത്യമായ നിർദ്ദേശമുണ്ട്. പ്രിൻസിപ്പൽ പരിശോധിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ക്ലാസ്സിൽ പ്രവേശിക്കാൻ, അതിൻ്റെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവേശിപ്പിക്കാൻ അനുവാദം കൊടുക്കണം. അതല്ലാതെ കുട്ടിയെ നേരെ തിരിച്ച് വീട്ടിലേക്ക് ഓടിക്കുകയല്ല ചെയ്യേണ്ടത്. പരീക്ഷ കഴിഞ്ഞാൽ, നേരത്തെ ഒരു അനുഭവം ഉണ്ടായതിനെ തുടർന്ന് 5 മിനിറ്റ് മുമ്പ് പേപ്പർ കെട്ടിവെക്കാൻ കുട്ടികളോട് പറയാറുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിക്ക് സമയം കിട്ടാത്ത നില വരുന്നു എന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എടുത്ത ഒരു സമീപനം എന്താ? മുഴുവൻ സമയവും കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കൊടുക്കണം, അവസാനത്തെ ബെല്ലടിക്കുന്നവരെയും സമയം കൊടുക്കണം. അപ്പോൾ അത്രയും ഒരു കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഹയർ സെക്കൻഡറി മാത്രമല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷെ CBSE ഇവിടെ എടുത്ത സമീപനം എന്താ? ഷിജു ഖാൻ ഉൾപ്പെടെ നേരത്തെ ചിന്ത ഉൾപ്പെടെ പറഞ്ഞതുപോലെ ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ ന്യായീകരിച്ച് പറയാ. എന്താ CBSE ചെയ്തത്? CBSE ചെയ്തത് എന്താ? അത് മനസ്സിലാക്കൂ താങ്കൾ. എന്താണ് CBSE ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. CBSE ചെയ്ത കാര്യങ്ങൾ താങ്കൾ മനസ്സിലാക്കാതെയാണ് അഭിപ്രായം പറയുന്നത്. നിങ്ങൾ ന്യായീകരിച്ചോ? സംസ്ഥാന CBSE എന്താ? ഈ കുട്ടികളുടെ എണ്ണം കൂടിയ സമയത്ത് 7:30 മുതൽ 8:30 വരെ 10 മണിക്കാണ് പരീക്ഷ. 7:30 വരെ 8:30 വരെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അകത്ത് കയറാനുള്ള ഒരു സ്ലോട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. 8:30 മുതൽ 9:30 വരെ കയറാനുള്ള ഒരു സ്ലോട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. തള്ളൽ ഒഴിവാക്കി അവർക്ക് സ്വസ്ഥമായി പരിശോധന നടത്തി അവിടെ ചെന്നിരിക്കാനുള്ള അവസരമുണ്ട്. മാത്രമല്ല, ഡൗൺലോഡ് ചെയ്ത സമയത്ത് ഫോട്ടോ വ്യത്യാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേരിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ ഐഡന്റിറ്റി കാർഡ്, ആധാറോ ഏതെങ്കിലും ഐഡന്റിറ്റി കാർഡ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത, ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത കാർഡ് ഉപയോഗിച്ച് അവർക്ക് അകത്ത് കയറാൻ ഒരു തടസ്സവും ഇല്ല. ശ്രീ പത്മകുമാർ വളരെ യാന്ത്രികമായ ന്യായീകരണമാണ് ശ്രീ പത്മകുമാറിന്റേത്. CBSE ന്യായീകരിക്കാനും CBSE ചെയ്ത ഗുരുതരമായ നിയമവിരുദ്ധ ഞാൻ പറയട്ടെ നിയമവിരുദ്ധമായ ഗുരുതരമായ ഈ പ്രശ്നത്തെ ന്യായീകരിക്കാൻ ശ്രീ പത്മകുമാർ താങ്കൾ പറഞ്ഞല്ലോ. താങ്കൾ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, താങ്കൾ ഇവിടെ പറഞ്ഞത് മിടുക്കരായ കുട്ടികൾക്ക് ജയിച്ചു വരാൻ വേണ്ടി പ്രത്യേകമായ പരിശോധനയ്ക്ക് സമയം കൊടുത്ത് ഏത് കുട്ടിയാണ് ശ്രീ പത്മകുമാറെ ഇത്ര ഗുരുതരമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിനിടയിൽ നിന്ന് ജയിച്ചു കയറുന്നത്? പാവപ്പെട്ട കുട്ടികളെ, ഞാൻ പറയട്ടെ, പാവപ്പെട്ട കുട്ടികളെ സാമൂഹികമായി ശ്രീ പത്മകുമാർ മാത്രമല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അല്ല ശ്രീ അജിംഷാദെ, പത്മകുമാർ മാത്രമല്ല ചർച്ചയിൽ പങ്കെടുക്കുന്നത്. താങ്കൾ തുടർച്ചയായി പറയുന്നു കേന്ദ്ര സർക്കാരിനെ, CBSE നഗ്നമായി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ നിരവധി, ഒരു കുട്ടി മാത്രമല്ല, നിരവധി കുട്ടികൾ അവരുടെ ശരീരത്തിന്മേലേറ്റ, അവരുടെ മനസ്സിന്മേലേറ്റ ആഘാതവുമായി നിൽക്കുകയാണ്. ഒരു പരീക്ഷാർത്ഥിയുടെ രക്ഷിതാവ് എന്നാണല്ലോ അങ്ങ് ആമുഖമായി പറഞ്ഞത്. കേരളത്തിലെയും ഇന്ത്യയിലെയും ആയിരക്കണക്കിന് കുട്ടികളുടെ ശരീരത്തെയും മനസ്സിനെയും അവരുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്തിട്ട് ന്യായീകരിക്കുകയാണ് CBSEക്ക് വേണ്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ ഇവിടെ അരങ്ങേറുന്നു. ഒരു പട്ടാള ക്യാമ്പ് എന്ന പോലെ പരിശോധന നടക്കുന്നു, സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നു, ശത്രു രാജ്യത്തിലെ ആളുകളോട് എന്നവണ്ണം പെരുമാറുന്നു. ഇതാണോ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം? ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇത് അംഗീകരിക്കാൻ പറ്റും? ഞാനൊരു കാര്യം പറയട്ടെ, അശോകമിത്ര കമ്മീഷൻ വായിച്ചാൽ മതി. അശോകമിത്ര കമ്മീഷൻ പറയുന്നു 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളിൽ വലിയ നമ്പർ കുട്ടികൾ 10ാം ക്ലാസ്സിൽ എത്തുന്നില്ല.
അരിച്ചുമാറ്റൽ പ്രക്രിയ എങ്ങനെ നടക്കുന്നത്? സാമൂഹികമായി, സാമ്പത്തികമായി, പ്രാദേശികമായിട്ടുള്ള വിവേചനങ്ങൾ കുട്ടികൾ അനുഭവിക്കുകയാണ്. ഇത്തരം വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ഇതൊരു വിവേചനത്തിന്റെ ഭാഗമാണ്. ഞാൻ ആദ്യഘട്ടത്തിൽ പറയേണ്ടതായിരുന്നു. കാരണം CBSE എന്ന് പറയുന്ന സ്ഥാപനം, കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം, ഈ രാജ്യത്തെ കുട്ടികളുടെ, ഈ രാജ്യത്തെ കുടുംബങ്ങളുടെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നില്ല. അവരുടെ സാംസ്കാരികമായ ജീവിതത്തെ അംഗീകരിക്കുന്നില്ല. ഏത് വസ്ത്രവും ഉരിഞ്ഞ് ഞങ്ങൾ പരിശോധിക്കും എന്ന ധാർഷ്ട്യം ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി എന്തോ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് കുട്ടികളോട് മാപ്പ് പറയണം മാനവവിഭവശേഷി മന്ത്രി. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ CBSE നടപടി സ്വീകരിക്കണം. ഇത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് യോജിച്ചതല്ല. ഇത് തിരുത്തിയേ മതിയാവൂ. ഇത് രാജ്യത്തെ ജനങ്ങളുടെ ഡോക്ടർ ഫസൽ ഗഫൂർ കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ. അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തെ പിന്നീട് തീർച്ചയായും താങ്കൾക്ക് സമയം തരാം. ശ്രീ ഫസൽ ഗഫൂർ, ഡോക്ടർ ഫസൽ ഗഫൂർ കേൾക്കാമോ? ഡോക്ടർ ഫസൽ ഗഫൂർ കേൾക്കാമോ? താങ്കൾ ഒരു ന്യൂറോളജിസ്റ്റ് കൂടിയാണ്. താങ്കളും ഇതുപോലെ പണ്ട് പരീക്ഷ എഴുതിയതാണ്. എങ്ങനെയാണ് ഇപ്പോൾ കേൾക്കാമോ ശ്രീ ഫസൽ ഗഫൂർ? താങ്കൾ ഒരു ന്യൂറോളജിസ്റ്റ് ആണ്, ഒരു ഞരമ്പ് രോഗ വിദഗ്ധനാണ്. അത്തരത്തിൽ ഒരു പരീക്ഷ പണ്ടും എഴുതിയ വ്യക്തിയാണ് താങ്കൾ ആ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിലേക്ക് ഒന്ന് കൂടുമാറൂ. എങ്ങനെയാണ് ഇപ്പോൾ നീറ്റിൽ നടന്ന ഈ സംഭവ വികാസങ്ങളെ താങ്കൾ നിരീക്ഷിക്കുന്നത് ശ്രീ ഫസൽ ഗഫൂർ? ഇതിപ്പോ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ നശിപ്പിച്ചുകൊണ്ട് ഒരു മൊത്തത്തിൽ ഇതൊരു ഗൂഢാലോചന ഫലമായിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സെൻട്രലൈസ്ഡ് ആക്കുക ആദ്യം അല്ല. അപ്പൊ CBSE മൊത്തം കോളേജുകൾ, സ്കൂളുകളൊക്കെ CBSEയുടെ കീഴിൽ കൊണ്ടുവരിക. അവിടെ സംസ്കൃതവും ഹിന്ദിയും പഠിപ്പിക്കുക, പ്രാദേശിക ഭാഷകൾ പഠിപ്പിക്കാതിരിക്കുക. അതിനുശേഷം വരാൻ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റുമായിട്ടുള്ള ഒരു പരീക്ഷ നടത്തുക. ആ പരീക്ഷ ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുമ്പോൾ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ നഗരങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം ഗുണകരമായി തീരുകയുള്ളൂ. അത് പിന്നീട് അതിന് നടത്തുന്ന രീതി തന്നെ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ശിരവസ്ത്രം കഴിപ്പിച്ചു വെച്ചു എന്നുള്ളത്. ഇത്തവണ ഇപ്പൊ അതിനെക്കാട്ടും വളരെ മോശമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇതിന് നേരത്തെ ഞാൻ കേട്ടാണ്, നിങ്ങളുടെ TV പറഞ്ഞ കേട്ടാണ്, ഇതിന് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ഇതിന് ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കണം. എനിക്കൊരു അഭിപ്രായം കൂടി ഉണ്ട് ഈ കാര്യത്തെ പറ്റിയിട്ട്. നിങ്ങൾ ഈ ഇന്ത്യ മുഴുവൻ എന്നുള്ള രീതിയിൽ നീറ്റോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ തരാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാൻ പോണെന്ന് വെച്ചാൽ AICT പ്ലാൻ ഇടുന്ന എഞ്ചിനീയറിംഗിന് ഓൾ ഇന്ത്യയുടെ ടെസ്റ്റാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനി സ്റ്റേറ്റുകൾക്ക് യാതൊരു റോളും ഉണ്ടാവില്ല. കാരണം ഇവരുടെ ആര്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സിലബസ് ഇവിടെ നടപ്പാക്കാൻ പോണോ ഓരോ സ്ഥലത്തായിട്ട്. അപ്പൊ സിലബസിലും CBSE ഇപ്പൊ മാറ്റങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയ്ക്ക് വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന് സ്റ്റേറ്റുകൾ, പ്രത്യേകിച്ച് ഇതിൽ തമിഴ്നാട് സ്റ്റേറ്റ് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. കേരളം മാറ്റ സ്റ്റേറ്റുകൾ പ്രതികരിക്കുന്നില്ല. ഫെഡറൽ ഇതിന്റെ മുകളിൽ കൈകടത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും അതിനെതിരായിട്ട് ആക്ഷൻ ഉണ്ടായിട്ടില്ല. വിദ്യാഭ്യാസം സ്റ്റേറ്റ് സബ്ജക്ട് തന്നെയാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് തിരിച്ച് കൺകറന്റ് ലിസ്റ്റിൽ എടുത്ത് മാറ്റിയിട്ട് സ്റ്റേറ്റ് സബ്ജക്ട് ആയിട്ട് തന്നെ കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം. അതെ, തീർച്ചയായും കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റണം. തീർച്ചയായും ഓരോ സാംസ്കാരിക വൈവിധ്യങ്ങളെയും അംഗീകരിക്കുന്നില്ല. ഫെഡറൽ നൈതികതയ്ക്ക് മേലുള്ള ആക്രമണമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡോക്ടർ ഫസൽ ഗഫൂറും ഗൾഫിൽ നിന്ന് നമ്മോടൊപ്പം പങ്കുവച്ചത്. തീർച്ചയായും ഒരു രക്ഷകർത്താവ് കൂടിയുണ്ട്. ആരാണ്? പറയൂ താങ്കൾ. നമസ്കാരം സാർ. വേഗം പറയൂ, സമയം പ്ലീസ്. കണ്ണൂരിൽ നിന്നാണ്. പറഞ്ഞോളൂ. ഞാൻ ടിസ്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുഞ്ഞിമംഗലം എന്റെ കുട്ടി പരീക്ഷ എഴുതിയിരുന്നു. അപ്പൊ അവിടെ പോയപ്പോ പിന്നെ ആദ്യം കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി നോക്കി. ആദ്യം കൈക്ക് ചരടയക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം തിരിച്ചു വിട്ടു. രണ്ടാമത് കയ്യിലിട്ട വള പിന്നെ അയക്കണം എന്ന് പറഞ്ഞ് രണ്ടാമത് തിരിച്ചു വിട്ടു. മൂന്നാമത് പിന്നെ ജീൻസിന്റെ ഡ്രസ്സിന്റെ ബെൽറ്റ് അയക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു. ഹലോ, തീർച്ചയായും വ്യക്തമാണ്. തീർച്ചയായും അഡ്വക്കേറ്റ് TB മിനി കേൾക്കാമോ താങ്കൾക്ക്? തീർച്ചയായും അഡ്വക്കേറ്റ് TB മിനി ഇല്ല. തീർച്ചയായും N സുകന്യയിലേക്ക് കൂടി പോകുന്നു. N സുകന്യ, വലിയ ഒരു വിഷയത്തിന്റെ കാതലായ പ്രശ്നത്തിലേക്കാണ് ശ്രീ ഫസൽ ഗഫൂറും പിന്നീട് ഷിജു ഖാനും ടച്ച് ചെയ്തത്. അതായത് നാടിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന് മേലുള്ള ആക്രമണം. നമ്പർ 1, കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി സ്റ്റേറ്റിന്റെ അധീനതയിലുള്ള വിദ്യാഭ്യാസം, അതായത് മാതൃഭാഷ അടക്കം പ്രാദേശിക ഭാഷ അടക്കം കൈമാറാനാകുന്ന ചില സുതാര്യത അതിലുണ്ട്. അതിലേക്ക് കൂടി കാര്യങ്ങളെ എത്തിക്കണം. അതിനൊക്കെയുള്ള വിരുദ്ധ മനോഭാവത്തിന്റെ
വാൾമുനയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുകൂടി നിരീക്ഷിക്കണം. ശക്തമായ നിരീക്ഷണമാണത്. സുകന്യ. അതെ, ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. നേരത്തെ ഫസൽ ഗഫൂർ സാർ പറഞ്ഞ വിഷയം, ശിരോവസ്ത്രം അഴിച്ചുകൊണ്ട് ഉള്ള ഒരു രീതിയിൽ പരീക്ഷ എഴുതേണ്ടി വന്ന അനുഭവം മുമ്പ് നീറ്റ് നടന്ന ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതില് മാൽ പ്രാക്ടീസ് ഉണ്ടാവുന്നത് തടയുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിശോധന നടത്താം. പരിശോധന നടത്തുന്നതിന് ആരും എതിരല്ല. പക്ഷെ ആ പരിശോധനയുടെ പേരിൽ ഒരാളുടെ വസ്ത്രധാരണത്തെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് വരുന്നത് തെറ്റാണ്. അതാണ് തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചത്. ഇന്ന് പത്രസമ്മേളനത്തിൽ ശ്രീമതി ടീച്ചർ സൂചിപ്പിച്ചതാണ് ഈ ഗൈഡ് ലൈൻസിൽ മാറ്റം വരുത്തണം എന്നുള്ള ആവശ്യമാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ഈ ഗൈഡ് ലൈൻസിന്റെ ഭാഗമായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ഏക രൂപത്തിലുള്ള സ്വഭാവം, ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്ത്രധാരണ രീതി എല്ലാമുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംസ്കാരമുള്ള ഒരു രാജ്യത്തിനകത്ത് ഇതാകെ ഇവർ പറയുന്നത് പോലെ പറയുന്നത് പോലും അനുവദിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വന്ന പ്രശ്നം. പക്ഷെ ആ പറയുന്ന പോലെ മാത്രമേ പാടുള്ളൂ. അങ്ങനെ നമുക്ക് മാൽ പ്രാക്ടീസ് ഒഴിവാക്കാം എന്നുള്ള രീതിയാണെങ്കിൽ അതൊട്ടും ശരിയായൊരു സംവിധാനമല്ല. മറിച്ച് മാൽ പ്രാക്ടീസ് ഒഴിവാക്കാൻ പരിശോധന നടത്തണം. ഇപ്പോൾ വിമാനത്താവളത്തിൽ പരിശോധന നടത്തുന്നില്ലേ? ആ പരിശോധന നടത്തുന്നതിനൊന്നും ആരും എതിരല്ല. കോപ്പിയടി അനുവദിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ കുട്ടികളെ അപമാനിക്കുന്നത്, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാവുന്നത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് ആകെ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഒരു സമീപനം പൊതുവെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ രൂപത്തിൽ തന്നെ കാണുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് CBSEയുടെ ഭാഗത്തുനിന്ന് പോലും ഇങ്ങനെ ഉള്ള ഒരു സമീപനം വരുന്നത്. ഇപ്പോൾ CBSEയുടെ പാഠ്യപദ്ധതിയിൽ പോലും പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെ, ഇപ്പോൾ കേരളത്തിലെ മേൽമുണ്ട് സമരത്തെ അടക്കം എടുത്തു മാറ്റിയതടക്കം ചർച്ചാ വിഷയമായതാണ്. ഞാൻ അതിലേക്ക് പോവല്ല. പക്ഷേ ഈ ഒരു സമീപനം അടിയന്തരമായി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. ഈ കടന്നുകയറ്റം എല്ലാം തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ഏകാധിപത്യപരമായിട്ടുള്ള സമീപനത്തിലേക്ക് പോകുന്നത് ശക്തമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും നാരായണ ഗുരുവിനെ പോലും ജാതിപരമായി പരാമർശിക്കുന്ന ഒരു ഖണ്ഡിക 8ാം ക്ലാസ്സിലെ ഒരു സിലബസിൽ CBSEയുടെ കീഴിലുണ്ടായി വിവാദമായതാണ്. തീർച്ചയായും ഇതിലേക്കൊക്കെ മറുപടി പറയാം ശ്രീ പത്മകുമാർ. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ പത്മകുമാർ, അതായത് ഫെഡറൽ മൂല്യങ്ങളോട്, ഫെഡറൽ നൈതികതയോടുള്ള ഒരു ആക്രമണം നമ്പർ 1, സാംസ്കാരികമായ വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്ത BJPക്ക് മേൽ പൊതുവെ ആരോപിക്കപ്പെടുന്ന ഒരു ചോദ്യത്തിൻ്റെ അനുരണനമാണ് ഏറ്റവും ഒടുവിൽ ചർച്ചയ്ക്കൊടുവിൽ ഉയർന്നു വന്നത്. അതിൻ്റെ ഭാവപ്പകർച്ച ഉണ്ട് ഇതിന്. ആരോപണമാണ്. ആരോപണം ആണല്ലോ. നിങ്ങൾക്ക് അതാണല്ലോ താങ്കളുടെ പ്രധാന എന്നോട് ചോദിക്കാനുള്ളത്. ആരോപണങ്ങൾ തന്നെയാണല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പൊതു CBSE പോലുള്ള ഒരു പൊതു പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. ഓരോ സംസ്ഥാനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് അർഹരായ ആളുകൾ കിട്ടണമെന്ന് പറഞ്ഞാൽ അനർഹരായ ആളുകൾ കോപ്പിയടിയിലൂടെയും മറ്റ് രീതിയിലൂടെയും ഈ അതിനകത്ത് കടന്നു വരുമ്പോൾ അർഹരായ ആളുകൾ പുറന്തള്ളപ്പെടും. അപ്പൊ അത് പറഞ്ഞോട്ടെ, അതിനൊരു പറഞ്ഞോട്ടെ. ഇപ്പൊ ജീൻസ് ഇടാതെ വരാൻ പറ്റൂലല്ലോ, വസ്ത്രം ധരിച്ചേ വരാൻ പറ്റൂ. അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ഗൈഡ് ലൈനിൽ എന്തെങ്കിലും ഇപ്പോൾ ഈ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ്. ഈ ബട്ടൺ, മെറ്റൽ ബട്ടൺ ഉപയോഗിക്കാൻ പാടില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം സെർച്ച് ചെയ്ത സമയത്ത് ഈ സൗണ്ട് പഠിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി വരണം എന്ന് പറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലെന്തെങ്കിലും ഒരു കൂടുതലായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പിന്നെ ഫസൽ ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം, നീറ്റിനെ സംബന്ധിച്ചിടത്തോളം വല്ല വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. കേരളത്തിലെ സ്വകാര്യ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം നീറ്റ് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഏകീകൃത കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും. അത് അവരുടെ ഭാഗത്ത് ആ രീതിയിലുള്ള അതിന് കിട്ടിയ ഒരു അവസരം ഗവൺമെൻറ്റിനെതിരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യം, ഇതിലേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് വീഴ്ചകളിൽ ശക്തമായ നടപടിയെടുക്കണം. അതിന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമല്ല, ഡിപ്പാർട്ട്മെന്റിൽ നടക്കാൻ പറ്റും. ഞാൻ അതാണ് പറഞ്ഞത്, സംസ്ഥാന ഗവൺമെന്റ് നടപടി എടുക്കാം. നടപടി എടുത്തുകൂടെ? ഷിജു ഖാനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ പറയൂ. സത്യനാഥൻ പറയൂ. സത്യനാഥൻ. ഹലോ. സത്യനാഥൻ, ഈ അക്ഷന്തവ്യമായ കുറ്റങ്ങൾ ചെയ്തിട്ടേ അതിനെ ന്യായീകരിക്കുന്ന പത്മകുമാറിനെ പോലത്തെ വക്കീൽമാരോട് നമുക്ക് സാധാവുന്നേ ഉള്ളൂ. ഈ നീറ്റ് കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. നീറ്റ് നേരത്തെയും ഇതുപോലെ തന്നെ ഇത്തരം കുറ്റങ്ങൾ ചെയ്തവരാണ്. നമ്മൾ കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം, കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നതിന് കൂൾ ടൈം അനുവദിച്ചുകൊണ്ട് അവരുടെ ടെൻഷൻ ഒഴിവായിക്കൊണ്ട് പരീക്ഷ എഴുതാൻ സൗകര്യം എടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ളപ്പോഴാണ് ഈ CBSE പോലുള്ള പ്രസ്ഥാനത്തിന്റെ കീഴിൽ
ഈ ഞരമ്പ് രോഗികളായിട്ടുള്ള ചില പരീക്ഷ നടത്തിപ്പുകാരുണ്ടെങ്കിൽ അവരെ തടയേണ്ട വേണം. അവ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര ഒരു സംഭവം നടക്കില്ലല്ലോ. ഇതിപ്പോ കേരളത്തിൽ ഇപ്പൊ ഒരു കണ്ണൂർ മാത്രമേ നടന്നിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് ഒരു ആൺകുട്ടിയും ഇതുപോലെ തന്നെ പിന്നെ ഇതുപോലെ തന്നെ എഴുതാൻ സമ്മതിച്ചില്ല എന്നൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കുറ്റമായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. തീർച്ചയായും മേലെ എന്നുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അത് നടപ്പിലാക്കിയാൽ ഞങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു തോന്നലുള്ള കുറച്ച് ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ കുട്ടികൾ എന്താണ് യഥാർത്ഥത്തിൽ എന്താ ഭീകരന്മാരാണ് കുട്ടികൾ. തീർച്ചയായും ശ്രീ ഷിജു ഖാൻ, അതായത് അത്തരത്തിലൊരു സമീപനം ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ വ്യക്തിപരമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ കഴിയുന്നതല്ല, അതിനപ്പുറത്തേക്ക് ചില മാനങ്ങൾ ഇതിനുണ്ട്. പിന്നീട് പത്മകുമാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പോലീസിന് FIR ഇടാം ഈ വിഷയത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ പരാതി സ്വീകരിച്ചിട്ട് കേരള പോലീസിന് ഈ വിഷയത്തിൽ FIR ഇടാം. കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കത്തയച്ചിരിക്കുകയാണ് ഇതിന്മേൽ നടപടി ആവശ്യപ്പെട്ട്. സംസ്ഥാനത്തും നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഇത്തരം സംഭവങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യണം, നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിനകത്ത് നയപരമായ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, ഞാൻ എന്ത് കഴിക്കണമെന്ന്, ഞാൻ എന്ത് വസ്ത്രം ധരിക്കണമെന്ന്, ഞാൻ ഏത് ആരാധന പിന്തുടരണം എന്ന് ഭരണകൂടം തീരുമാനിക്കുന്നതാണ് അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. അതിനെയാണ് ഞാൻ ആദ്യം തന്നെ ചർച്ചയിൽ നയപരമായ പ്രശ്നം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ അരക്കൈയുള്ള വസ്ത്രം, വലിയ ബട്ടൺ ചിത്രങ്ങൾ, ബാഡ്ജുകൾ എന്നിവ ധരിക്കരുത്. അതുപോലെ തന്നെ പിന്നെ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ഒരു പരീക്ഷ, രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പരീക്ഷ സുരക്ഷാ ക്രമീകരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ CBSE തീരുമാനിക്കുന്നത്. എത്രമാത്രം വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. എനിക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനസാമാന്യം അവരുടെ കുട്ടികൾ എഴുതുന്ന പരീക്ഷയിൽ അവർ മാനസികവും ശാരീരികവുമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുകയാണ്. ഞാൻ പറയുന്നത് ഏകീകൃതമായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള യുക്തിയും ഇത്തരം സർക്കുലറുകൾക്ക് പിന്നിൽ, ഇത്തരം നടപടികൾക്ക് പിന്നിൽ ഉണ്ടോ എന്നൊരു സംശയാസ്പദമാണ്. തീർച്ചയായും ബീഫ് രാഷ്ട്രീയത്തിന്റെ തുടർച്ച കൂടി ഇതിലുണ്ട്. അത്തരത്തിലൊരു ഫാസിസ്റ്റ് വൽകൃതമായ സാമൂഹിക പ്രക്രിയകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ മാനം കൂടി ഇതിലുണ്ട് എന്നാണ് ഷിജു ഖാൻ നിരീക്ഷിക്കുന്ന ഒരു പ്രേക്ഷകൻ. അവിടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനിയുടെ രക്ഷകർത്താവ്, എന്താണ് പറയാനുള്ളത്? രക്ഷകർത്താവ് കേൾക്കുന്നുണ്ടോ? സമയം പോകുന്നു. തീർച്ചയായും എൻ സുകന്യയിലേക്ക് അവസാനമായി, അതായത് ഇത്തരത്തിൽ ഉള്ള വൈവിധ്യങ്ങളെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അത്തരം വൈവിധ്യങ്ങളെ സൗന്ദര്യവൽകൃതമായി കാണാത്ത ഒരു സമൂഹം ഇന്ത്യയിൽ ഉയർന്നു വരുന്നു, അവർ ഭരണകർത്തൃത്വങ്ങളിലേക്ക് എത്തുന്നു എന്നതിൻ്റെ വിയോജിപ്പ്, ബീഫ് രാഷ്ട്രീയം അടക്കമുള്ള ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും കാര്യത്തിലുള്ള അടിച്ചേൽപ്പിക്കലിലേക്ക് ഇതിനെ കാണേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇത് ലോജിക്കലി കൾമിനേറ്റ് ചെയ്യുന്നത് ഈ വിഷയം. ഒപ്പം ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യക്തതക്കുറവുള്ള നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നിർദ്ദേശങ്ങളാണ് ആദ്യം തന്നെ നൽകിയത്. ഇതൊക്കെ ഇതിന് ഉപോത്പകമായി സൂചിപ്പിക്കേണ്ടതാണ്. ഒപ്പം കേരള പോലീസിന് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ 4 വിഷയത്തിലും പെട്ടെന്ന് എൻ സുകന്യ മറുപടി. ഇതിൽ അവസാനം പറഞ്ഞ കാര്യത്തിൽ ആദ്യം പറയാം. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള പോലീസിന് ഇക്കാര്യത്തിൽ കേസെടുക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരുടെ പരിധിക്കുള്ളിൽ വരുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ അക്കാര്യത്തിൽ അവർ ശക്തമായിട്ട് ഇടപെടും എന്ന് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ നിലയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ചിന്ത പറയുമ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മെഡിക്കൽ പ്രവേശന പരീക്ഷയാണിത്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെ പരീക്ഷ നടത്തുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ CCTV ക്യാമറ പരീക്ഷാ ഹാളിൽ വെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ എന്തുകൊണ്ട് CBSEക്ക് ആലോചിച്ചുകൂടാ? ഈ രീതിയിൽ കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നതിന് പകരം. അപ്പോൾ ആ ഒരു നിലയിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഗൈഡ് ലൈൻസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ഒരു ചർച്ച ഉയർന്നു വരേണ്ടതുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെന്റ് ആ നിലയിലേക്ക് അവരുടെ നിലപാട് മാറ്റേണ്ടതുണ്ട്. പക്ഷെ അവിടെ നമ്മളൊക്കെ ആശങ്കപ്പെടുന്നത്, നേരത്തെ ഷിജു ഖാനോട് സൂചിപ്പിച്ചതുപോലെ, ഈ ഗവൺമെന്റിൽ നിന്ന് അത്തരമൊരു സമീപനം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് എടുക്കുന്ന ഈ വൈവിധ്യത്തെ അംഗീകരിക്കാത്ത നിലപാട്, അതാണ് ഒരുപക്ഷെ CBSE പോലുള്ള ഒരു സ്ഥാപനത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ ആ CBSEയുടെ മാനദണ്ഡം അനുസരിച്ച് പരീക്ഷ നടത്തുന്ന
ഈ പറഞ്ഞ സ്കൂളിലെ ബന്ധപ്പെട്ട ചുമതലപ്പെട്ട ആളുകൾക്കാകട്ടെ അവർക്ക് ഇതിന് ധൈര്യം നൽകുന്നത്. ഇന്ത്യക്കകത്ത് പശുവിനെ വിൽക്കാൻ പോകുന്ന ആളെ പിടിച്ചു നിർത്തി അടിച്ച് കൊല്ലുന്ന ഒരു ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ് നിയമം നടത്തേണ്ടത് എന്ന തോന്നലിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ള വളരെ ഗൗരവമേറിയ ഒരു വിഷയം കൂടി നമ്മൾ ഇക്കാര്യത്തിൽ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ പ്രാവശ്യം പിന്നെ സിവിൽ സർവീസ് പരീക്ഷകൾ നടന്നിട്ടുണ്ട്, ബാങ്ക് പരീക്ഷകൾ നടന്നിട്ടുണ്ട്, റെയിൽവേ പരീക്ഷകൾ നടന്നിട്ടുണ്ട്, എയർപോർട്ട് അതോറിറ്റിയുടെ പരീക്ഷകൾ, അങ്ങനെ എത്രയോ പരീക്ഷകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ചില പുതിയ കാര്യങ്ങൾ, പുതിയ ചില നിലപാടുകൾ, തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൂടി നമ്മുടെ രാജ്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും തീർച്ചയായും. അല്ല, ഇതില് വളരെ ഗൗരവമായിട്ട് എടുക്കുക. ഇതാരാണെന്നുള്ള കണ്ണൂരാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ചീത്തയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പശുവിനെ അല്ല ഈ പറഞ്ഞ ഈ ബീഫ് ഇതൊക്കെ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യമുണ്ട്. വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന അധികൃതരോട്, ഭരണകൂടങ്ങളോട് ഒരു കാര്യം, കലവറയില്ലാതെ സ്നേഹിക്കണം, സങ്കുചിതത്വമില്ലാതെ സ്നേഹിക്കണം. എന്നാൽ മാത്രമേ, ആ ഭാവമുണ്ടെങ്കിൽ മാത്രമേ അന്തസങ്കോചങ്ങളില്ലാതെ ഇതിലൊക്കെ ഇടപെടാനാകൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചെരുപ്പിനൊപ്പം കാല് മുറിക്കേണ്ടി വരും. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.